അത് സിനിമയൊക്കെ കഴിഞ്ഞ് ഞാനൊരു ജ്യൂസ് കുടിക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെങ്ങായിയോട്. അങ്ങനെ കണ്ടു, ഇറങ്ങി. ഇനി നമുക്ക് ജ്യൂസ് കുടിക്കാം. നിരാശകരമായ മുഖം കാണുന്നത് കാരണം സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ലസിത പാലക്കലിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ സംഗിണി ചാണക ലസിത പാലക്കല് മമ്മൂട്ടിയുടെ ടർബോ പോയിട്ട് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയ ആളാണ് നമ്മുടെ ലസിത പാലക്കല്. അപ്പൊ ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന ഈ സംഗിണി ഇന്ന് സിനിമ പോയി കണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് സംഗിണി ലസിത പാലക്കലിനോട് ഞാൻ ചോദിക്കുകയാണ്. മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ആ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് ലസിത പാലക്കല്. ഇന്ന് നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ആ ചാണക സംഗിണി സിനിമ പോയി കണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിനിമകൾ ഇതുപോലത്തെ സിനിമകൾ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മുഖം പിടിച്ചിരിക്കുന്ന ആ ഭാവമൊക്കെ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും സിനിമ പോയി കാണാനുള്ള ആ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായില്ലേ, അത് തന്നെയാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോ എല്ലാ സംഖ്യകളും ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ടർബോ പോയി കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സംഖ്യകൾ തന്നെ കണ്ട് സംഖ്യകൾ തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പ്രമോഷൻ കൊടുത്ത് വിജയിപ്പിച്ച പടമാണ് ടർബോ എന്ന് പറയുന്നത്. സംഖ്യകൾ തന്നെ പോയി കണ്ട് സിനിമ ഒന്നുകൂടി വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ലസിതയെ പോലുള്ള ചാണക സംഖ്യകളും സംഗിണികളും കൂടി ഈ മമ്മൂട്ടിയെ നിങ്ങൾ വിശേഷിപ്പിച്ചത് സുഡാപ്പി ആയിട്ടാണ്. മനസ്സിലായ? സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ ലസിത പാലക്കലിനോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് ചോദിക്കുകയാണ്. നീയൊക്കെ പോയി കാണണം. മനസ്സിലായ? നീയൊക്കെ പോയി കണ്ടു തന്നെ ഈ പടം ഓൾറെഡി ഈ പടം നിങ്ങൾ വിജയിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഈ പടത്തിനെ 100 കോടിയുടെ ക്ലബിലേക്ക് എത്തിക്കണ വരെ ചാണകസംഖ്യകൾ പോയി കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലസിത പാലക്കൽ മുസ്ലിങ്ങൾക്കെതിരെ ഒത്തിരി ആരോപണങ്ങളും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് അവരുടെ പേജിന്റെ അടിയിൽ വന്ന് ഏതോ പോസ്റ്റിന് കമന്റ് ഇട്ടു, വീഡിയോയ്ക്ക് കമന്റ് ഇട്ടു എന്ന മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എത്ര ബാഡ് കമന്റുകളാണ് വരുന്നത്. നമ്മൾ അതിനൊന്നും ആ കമന്റ് പൊക്കി പിടിച്ചു വെച്ചുകൊണ്ട് നമ്മൾ വരുന്നില്ല പ്രതികരിക്കാനായിട്ട്. ലസിതയ്ക്ക് മാത്രമേ എന്തിനാണ് ഇങ്ങനെ കുരു പൊട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഈ പറയുന്ന ലസിത പാലക്കലിന് ഈ കമന്റുകൾ കാണുമ്പം അന്യായ കുരുവാണ് പൊട്ടിയൊലിക്കുന്നത്, ചില്ലറ ഒന്നുമല്ല. ഇവൾക്ക് മാത്രമാണല്ലോ ഈ കുരുപൊട്ടലുള്ളത്. എന്തുകൊണ്ട് നമ്മളെ പോലുള്ള ലേഡീസിന്റെ ഒക്കെ അടിയിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റുകൾ വരുമ്പോൾ നമ്മളൊന്നും ഈ കമന്റുകൾ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അതിനായിട്ടൊന്നും പ്രതികരിക്കാൻ നടക്കുന്നില്ല. ഇവൾക്ക് മാത്രമാണ് ഒരു മുസ്ലിം നാമധാരി ഈ ഒരു അവക്കടെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ അടിയിലോ കമന്റ് ഇട്ട് കഴിയുമ്പോൾ ഇവൾക്ക് കണ്ടമാനം കുരു അങ്ങോട്ട് പൊട്ടി ഒലിക്കുവാണ്. അപ്പൊ ഈ കുരുപൊട്ടി ഒലിക്കുന്ന ലസിതനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇച്ചിരിയെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ഈ മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ഈ മുസ്ലിം എന്ന വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ വർഗീയത പറയുന്ന നിങ്ങളെ പോലുള്ളവരെയൊക്കെ നേരിടാൻ തന്നെ ഈ കമന്റ് ഇടുന്നവര് തന്നെ വീണ്ടും ഇറങ്ങി പുറപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലസിതയ്ക്കെതിരെ പ്രതികരിക്കേണ്ടത് ഇന്ന് ഈ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിങ്ങളെ പറയുന്ന ഈ മുസ്ലിം നാമം എന്ന് ആ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ലസിതയ്ക്ക് ഒരു ഹാലിളകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു വീഡിയോ കുറിച്ച് അല്ലെങ്കിൽ ആ ഫോട്ടോയെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ആ ഒരു കമന്റും താങ്ങി പിടിച്ച് ആ കമന്റ് ഇട്ട ആൾക്കിടെ ആ ഒരു ഹിസ്റ്ററി ചരിത്രം വരെ അന്വേഷിച്ചു പോകുന്ന ആ ഒരു ഇത് ലസിത പാലക്കലിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം
അങ്ങനെയൊക്കെ പോകുന്ന ലസിത പാലക്കലിനെതിരെ, അതായത് നമ്മൾ ഓരോരുത്തർ മുസ്ലിം സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കാൻ ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലസിത പാലക്കലിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ലസിത പാലക്കലിനെ നേരിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് കഴിയുന്ന രീതിയിലായാലും നിങ്ങൾ ഇതിനെതിരെ പോരാടാൻ പരിശ്രമിക്കണം സ്വയം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നാണവും മാനവും ഉളുപ്പും ഉണ്ടോടി ലസിത നിനക്ക്?